ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പം നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ 9ാമത്തെയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 10ാമത്തെ നടത്തണം എന്നതിനെക്കുറിച്ചൊരു സംശയമുണ്ട്. ബിഗ് ബോസ് ഇനി നടത്തുകയല്ലെന്നത് എനിക്ക് തോന്നുന്നു. കാരണം നടത്തേണ്ട കാര്യങ്ങളില്ല. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ അഭിഷേക് തന്നെയാണ്. 10 ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ബിഗ് ബോസ് ടാസ്കുകളുടെ എണ്ണം കൂട്ടുമോ എന്നതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ നമുക്കറിയാൻ കഴിഞ്ഞത് അഭിഷേക് തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്തത് എന്നതാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഓൾറെഡി അഭിഷേകിന് 13 പോയിന്റുകൾ ഉണ്ട് 8 മത്സരങ്ങൾ കഴിയുമ്പോൾ. 9ാമത്തെ ടാസ്കിൽ നമ്മുടെ ഋഷിക്കും അതുപോലെ തന്നെ അർജുനുമായിരുന്നു സാധ്യതകൾ ഉണ്ടായിരുന്നത്. അപ്പം അർജുൻ വിജയിച്ചിരുന്നെങ്കിൽ ഒരു സാധ്യത അവിടെ നിന്നേനെ. എന്തായാലും അർജുൻ വിജയിക്കാത്ത സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ ഇനി ഒരാൾക്കും അഭിഷേകിൻ്റെ മുന്നിലേക്ക് വരാൻ സാധിക്കത്തില്ല. അഭിഷേകിൻ്റെ അടുത്ത് പോലും പോയിന്റുകൾ എത്തിക്കാൻ ഇനി ആർക്കും സാധിക്കത്തില്ല. 10 മത്സരങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ ഒരു മത്സരത്തിൽ 3 പോയിന്റുകൾ ആര് വിജയിച്ചാലും, അർജുൻ ജയിച്ചു കഴിഞ്ഞാലും ഋഷി ജയിച്ചു കഴിഞ്ഞാലും അഭിഷേകിൻ്റെ ഒപ്പം എത്താൻ സാധിക്കത്തില്ല. അപ്പം ഓൾമോസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കും, ആ ഒരു പോയിന്റ് ടേബിൾ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അഭിഷേക് ഓൾറെഡി വിൻ ചെയ്ത് കഴിഞ്ഞു. ഒഫീഷ്യലി അറിയിപ്പൊന്നും വന്നിട്ടില്ല, എന്നാൽ നമുക്കറിയാൻ സാധിക്കുന്നത് അഭിഷേക് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു 10ാമത്തെ മത്സരം നടത്തേണ്ട പോലും ആവശ്യമില്ല. 9ാമത്തെ മത്സരം ഏറ്റവും പരാജയമെന്ന് തന്നെ പറയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ആര് വിജയിച്ചു എന്നതിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരെ. അപ്പോൾ എന്തായാലും മികച്ച കുറച്ച് ഗെയിമുകൾ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും മികച്ച ഗെയിമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും മികച്ച ഗെയിമുകൾ ഉണ്ടായിരുന്നു. തുടക്കം തന്നെ അഭിഷേകിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു അടിപൊളി. തുടക്കം തന്നെ വലിയ പ്രശ്നമൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ ആദ്യ തുടക്ക ടാസ്കുകളിൽ തന്നെ വിജയിച്ച് സ്വന്തം പൊസിഷൻ കീപ്പ് ചെയ്ത് സ്വന്തം പൊസിഷൻ സേഫ് ആക്കിയിരുന്നു അഭിഷേക്. നല്ല പോയിന്റുകൾ ആദ്യ മത്സരങ്ങളിലെല്ലാം ജയിച്ച് നല്ലൊരു പോയിന്റിലേക്ക് അഭിഷേക് എത്തി. പിന്നീട് വന്ന മത്സരങ്ങളിൽ അഭിഷേകിന് ഏതാണോ പറ്റുന്നില്ല എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഗെയിമുകളിൽ നിന്നൊക്കെ അഭിഷേക് സ്വന്തമായിട്ട് തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ താല്പര്യമില്ലെങ്കിൽ മാറി നിൽക്കുന്നു. അത്ര തന്നെ ആവശ്യമുള്ള ഗെയിമുകൾ മാത്രം കളിക്കുന്നു. ആ ഒരു എന്താ പറയുന്നത് ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എവിടെയാണോ ഗ്രൂപ്പ് അല്ലെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് കളിക്കേണ്ടത് 1-2 ഗെയിമുകൾ ഉണ്ടായിരുന്നു, അതിൽ പ്ലാൻ ചെയ്ത് കളിച്ചു. ബാക്കിയെല്ലാം ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിച്ച് വിജയിച്ച് തന്നെയാണ് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലയിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയുക, ഒരു ടിക്കറ്റ് ടു ഫിനാലെ ആയിരുന്നത് കൊണ്ടും ഈ ഒരാഴ്ച മൊത്തം ബോറൻ അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ടാസ്കുകളും ഈ പറയുന്നത് പോലെ പ്രേക്ഷകർക്ക് അത്ര എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്ന ടാസ്കുകളും ഇല്ലായിരുന്നു. വളരെ ചുരുക്കം ടാസ്കുകളൊക്കെ എൻഗേജ്മെൻറ്റ് എന്ന് പറയാം, അത് കുറച്ച് നേരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും നമുക്ക് നോക്കാം അഭിഷേകിന്. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫിനാലെ റൗണ്ടിലേക്ക് സ്വാഗതം, അതുമാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരൊക്കെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം അടുത്ത ആഴ്ച വരുന്ന നോമിനേഷനിൽ അഭിഷേക് ഫ്രീ ആയി കിട്ടും. അപ്പം പ്രേക്ഷകരൊക്കെ മറക്കാതെ ഇരിക്കുക. കാരണം ഇനി വോട്ട് ചെയ്യേണ്ടത് ഫിനാലെ റൗണ്ടിൽ മാത്രമാണ് വോട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഈ ഒരു ആഴ്ചയിലും അഭിഷേക് എവിക്ഷനിലുണ്ട്. അപ്പം ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയതുകൊണ്ട് തന്നെ ഇൻ കേസ് എവിക്ഷനിൽ പുറത്താകുകയാണെന്നുണ്ടെങ്കിൽ പോലും രക്ഷപ്പെടുമെന്ന് തന്നെ, അല്ലെങ്കിൽ സേവ് ആകുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും നമുക്കറിയാം പ്രേക്ഷകരുടെ സപ്പോർട്ട് പ്രകാരം, നിലവിലെ ഒരു ഓഡിയൻസ് ട്രെൻഡ് പ്രകാരം അഭിഷേക് ഒരിക്കലും എവിക്റ്റാകാൻ പോകുന്നില്ല. കാരണം ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന മറ്റ് പല കണ്ടസ്റ്റൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ അഭിഷേക് ഒരിക്കലും എവിക്റ്റാകാൻ പോകുന്നില്ല. അത് എന്തിരുന്നാൽ പോലും ടിക്കറ്റ് ടു ഫിനാലെ ഉള്ളത് കൊണ്ട് തന്നെ ഇൻ കേസ് ആയാൽ പോലും കയറിപ്പോകും. അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.